ഇപ്പം സഭയുടെ സിനിമയിലൊക്കെ എൻട്രി തന്നെ ഒരു സിഗ്നേച്ചർ പതിപ്പിച്ചിട്ടുണ്ടായിരുന്നു, സജ്ജേട്ട ഇവിടെ സേഫ് അല്ലെന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ സഭയുടെ ഏത് പടം എടുക്കുകയാണെങ്കിൽ അതിനകത്തെല്ലാം സഭയുടെ സിഗ്നേച്ചർ ഉണ്ട്. ഇപ്പോൾ ഇതിലേക്ക് വരുന്ന സമയത്ത് റിവ്യൂവിനകത്തായാലും എല്ലാവരും പറഞ്ഞായിരുന്നു സഭ ഭയങ്കരമായിട്ട് ഡോമിനേറ്റ് ചെയ്ത് പല സ്ഥലങ്ങളിലും. അപ്പം ബ്രോ കൺസേൺഡ് ആണ് ബേസിക്കലി ഇങ്ങനത്തെ കാര്യങ്ങൾ? മീൻസ് എന്താ പറയുക, സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യുമ്പം ഞാൻ ഇറിച്ചിക്കണം, ഞാൻ സിഗ്നേച്ചർ അടിക്കണം സഭ അതിന്റെ അത് ഞാൻ പറയാം. കാരണം സഭയുടെ എല്ലാ ക്യാരക്ടേഴ്സും സ്റ്റാൻഡ് ഔട്ട് ആകാൻ കാരണം അത് ഞാൻ ആസ് ആൻ ആർട്ടിസ്റ്റ് സഭ അഭിനയിക്കുമ്പോ ഒക്കെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ്. അല്ലെങ്കിൽ ഈ സിനിമയുടെ കഥ കേട്ടപ്പോ രസമുള്ള ക്യാരക്ടറാണ് രാജേഷ് ഏട്ടൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ. പക്ഷെ ഷൂട്ട് ചെയ്തപ്പോ സഭ ചെയ്യണ എനിക്ക് ഭയങ്കര കൊള്ളാലോ, ഇത് ഭയങ്കര രസമുണ്ടല്ലോ ഈ ക്യാരക്ടർ സഭ പിടിക്കുന്ന പരിപാടി. സഭയുടെ എല്ലാം സ്റ്റാൻഡ് ഔട്ട് ചെയ്യാൻ കാരണം സഭ ജെന്യൂൻ ആയിട്ട് അതിനെ പെർഫോം ചെയ്യുന്നുണ്ട്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അത് ക്ലിയർ ആവാണ്ട് അല്ല നമ്പറിൽ ഞാനിപ്പോ എന്തിനാ ഇത് ചെയ്യണേ, അത് ക്ലിയർ ആവണം സഭയ്ക്ക്. എന്നിട്ട് അപ്പൊ സഭ ഭയങ്കര ജെന്യൂനായിട്ട് ആ ക്യാരക്ടറിനോട് ചേർന്ന് നിന്ന് അതിന്റെ പരിപാടി മനസ്സിലാക്കി ചെയ്യുന്നോണ്ടാണ് ഭയങ്കര ഐക്കോണിക് ക്യാരക്ടേഴ്സ് ആവുന്നത് സഭയുടെ. സഭ പറഞ്ഞ മാത്രമേ ചെയ്യുള്ളൂ. ഈ പറഞ്ഞ പോലെ സഭ ചോദിക്കൂലേ ഡൗട്ട് കാരണം എന്തിനങ്ങനെ ചെയ്യുന്നു. അപ്പൊ ഞാൻ സഭയെ നീയാണ് ഹീറോ, നീയാണ് ആണല്ലേ, ഓക്കെ. അപ്പുറത്ത് റോഷോട് ഞാൻ റോഷ നീയാണ് ഹീറോ, അങ്ങനെയൊക്കെയാണ്. അപ്പൊ സഭയായിട്ട് ഡോമിനേറ്റ് ചെയ്തിട്ട് അങ്ങനെ വരുന്ന പ്രവണത സഭക്കുമില്ല, അങ്ങനത്തെ ഒരാളുമല്ല സഭ. സഭക്ക് സഭയുടേതായിട്ടുള്ള ചില കൺസേൺസും പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളത് കറക്റ്റ് മീറ്റർ അഡ്ജസ്റ്റ് ചെയ്ത് സഭനെ കൊണ്ട് ചെയ്യിപ്പിക്കുമ്പോൾ സഭ ഓർഗാനിക്കലി സഭ ചെയ്യണതെല്ലാം അടിപൊളിയാണ്. ഞാൻ സഭയുടെ അടുത്ത് എനിക്ക് ഒരുപാട് ബ്രീഫിന്റെ കാര്യമോ അല്ലെങ്കിൽ അങ്ങനെയൊന്നുമില്ല. ഞങ്ങൾ അങ്ങനെ വാക്കുകൾ കൊണ്ട് അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണോ. സഭ ക്യാമറ ഞാൻ മോണിറ്ററിലിരിക്കുമ്പോൾ സഭ അപ്പുറത്തുണ്ട്. ഇത് സഭക്കും മനസ്സിലാവും എനിക്കും മനസ്സിലാവും. അങ്ങനെയൊക്കെയായിരുന്നു പരിപാടികള്.